കലിപൂണ്ട കോമരം പോലെയെത്തിയൊരു ഉരുൾ മുണ്ടക്കയിലെ സകലതിനെയും തകർത്തെറിഞ്ഞു. മനുഷ്യനും മൃഗങ്ങളും സകലതും മണ്ണിനടിയിലായി. ബാക്കിയായതൊക്കെയും തിരയുന്ന തിരക്കിലാണ് അവശേഷിക്കുന്ന മനുഷ്യർ. അതിനിടെയാണ് ചെളിക്കൂനക്കിടയിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകർ ഒരമണിയുടെ കിലുക്കം കേട്ടത്. തിരൂരിൽ നിന്നെത്തിയ SYS സ്വാതന്ത്ര്യം പ്രവർത്തകർ ആകാംക്ഷയോടെ അവിടം പരിശോധിച്ചു. അരമണിക്കൊപ്പം അരിവാളാകൃതിയിലുള്ള വാളും ചിലമ്പും, ഒപ്പം കോമരത്തിന്റെ മഞ്ഞൾ പൂശിയ ചുവന്ന പട്ട്. അൽമാറിയിൽ സാധനം താഴെ കിടക്കുന്നുണ്ട്. ബാക്കി കുറേ സാധനങ്ങൾ ഇവിടെ വലിച്ചിട്ടിരിക്കണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ ഇതൊരു അമ്പലത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ്. അതിൻ്റെ ബാക്കി തുണിയും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് കൊടുക്കുന്നു. ദേശാധിപനായ ദേവന്റെ ചൈതന്യം പേറി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരുന്ന വെളിച്ചപ്പാടിന്റെ ശേഷിപ്പുകളെ അവർ ഭദ്രമായി പൊതിഞ്ഞെടുത്തു. ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാവാം ഇത് ലഭിച്ചതെന്നൊരു ഊഹം മാത്രമാണ് ബാക്കി. മണ്ണിനടിയിൽ ഇനിയും ഇത്തരം നിരവധി ശേഷിപ്പുകൾ ബാക്കിയുണ്ട്. ഒലിച്ചുപോയൊരു നാടിന്റെ ഓർമ്മയുണർത്തി. ഷിജിത് കണോമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, വയനാട്.